അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഞാൻ ഈ നരച്ച ജീൻസും പിടിച്ചിരിക്കുന്ന എന്തിനാന്ന് തന്നെ പറഞ്ഞുതരാം. ഇതാണ് ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ്. അപ്പോൾ നമ്മൾ ഈ നരച്ച ജീൻസ്, ഇത് ലൈറ്റ് ബ്ലൂ ആയിരുന്നു, അത് പക്ഷെ ഒത്തിരി നേരം ഉപയോഗിച്ച് ഇതിപ്പോൾ നരച്ചു പോയി. ഇതൊരു പഴയ ജീൻസ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഡൈ മുക്കിയെടുക്കാൻ പോകുന്നത്. ഈ ജീൻസ്, ഈ കളർ ലൈറ്റ് കളർ ജീൻസിനെ നമ്മൾ ബ്ലാക്ക് കളർ ഡൈ മുക്കിയിട്ട് ബ്ലാക്ക് ജീൻസായിട്ട് മാറ്റാൻ പോവാണ്. അതിനാണ് ഞാൻ ഇതും പിടിച്ച് രാവിലെ നിൽക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഡൈ മേടിച്ചിട്ടുണ്ട്. ഡൈ കഥം എന്ന് പറയുന്നൊരു ബ്രാൻഡിൻ്റെ ഡൈ ആണ് കേട്ടോ. ഡൈ ഉണ്ട്, പിന്നെ ഡൈയുടെ ഫിക്സറും ഉണ്ട്. ഇതാ ഡൈ ഫിക്സർ. ഇത് പിള്ളേരുള്ള അടുത്തൊന്നും വെക്കരുത് കേട്ടോ. ഇത് ഇച്ചിരി പോയിസണസ് ആയത് കാരണം പിള്ളേരുടെ അടുത്ത് നമ്മളിപ്പോൾ റെഷീനെ മാറ്റി നിർത്തിയിട്ട് ഇതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിന് വേണ്ടിയിട്ട് ഇത് ഡൈ, ഇത് ബ്ലാക്ക് കളർ ഡൈ ആണ്. ഇതിൻ്റെ പല കളർ ഡൈ അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ ബ്ലാക്ക് കളറാണ് മേടിച്ചേക്കുന്നത്. ഇത് അതിൻ്റെ ഫിക്സർ. ഇത് ലാസ്റ്റ് ചേർക്കാനുള്ളതാണ് കേട്ടോ. നമ്മൾ ഡൈ മുക്കി കഴിഞ്ഞിട്ട് ഫിക്സർ. ഇത് മെയിനായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. ഉപയോഗിച്ചില്ലെങ്കിൽ കളറ് പിന്നെയും ഇളകിപ്പോകും. അപ്പോൾ ആ കളറ് ഫിക്സ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡൈ ഫിക്സർ. കണ്ടോ? അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വെള്ളം. അപ്പോൾ നമുക്കിനി ഡൈ ചെയ്യാൻ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം നല്ലോണം വെട്ടി തിളപ്പിക്കണം ആദ്യം. എന്നിട്ട് അതിലേക്ക് വേണം ഡൈ മിക്സ് ചെയ്യാനേ. ഇപ്പം നമ്മളിത് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഈ വെള്ളം തിളച്ചിട്ട് അതിലേക്ക് ജീൻസ് ഇടണം, അങ്ങനെയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളിത് വെള്ളം തിളപ്പിക്കാൻ വെക്കുമ്പോഴത്തേക്കും ഇതൊരു 5 ലിറ്റർ വെള്ളമുണ്ട്. ഒരു ജീൻസിന് 5 ലിറ്റർ വെള്ളം, അതാണ് അവർ കണക്ക് പറഞ്ഞേക്കുന്നത്. അതിലെടുത്ത് കോട്ടൺ ജീൻസ്, കോട്ടൺ തുണിയാണെങ്കിൽ ഉപ്പും കൂടെ ഇട്ടണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വെള്ളത്തിനകത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ട്. 5 ലിറ്റർ വെള്ളത്തിനകത്ത് കുറച്ച് ഉപ്പ് മിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് തിളയ്ക്കാൻ വെച്ചേക്കണേ. ഇതിപ്പോൾ നമ്മളൊരു പഴയ പാത്രത്തിലാണ് കേട്ടോ തിളപ്പിക്കാൻ വെച്ചേക്കണേ. നമ്മളപ്പം അത് ഓൾറെഡി പോയിസണാണെന്ന് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാരണം നമ്മൾ പുതിയ പാത്രമൊന്നും ഇതിനായിട്ട് എടുത്തിട്ടുള്ള ഒരു പഴയ പാത്രത്തിനകത്താണ് വെള്ളം തിളപ്പിക്കാൻ വെച്ചേക്കണേ. ഇനി വെള്ളം തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് ഡൈയുടെ ആ പൊടി മിക്സ് ചെയ്യുന്നു. അത് നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം ജീൻസ് ഇട്ട് കൊടുക്കും. അങ്ങനെയാണ് കേട്ടോ. ആദ്യമേ ജീൻസ് ഇട്ടിട്ട് ഡൈ ഇടാൻ പാടില്ല. വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്കും പൊടി ഒന്ന് കലക്കി എടുത്തതിന് ശേഷം മാത്രമേ ജീൻസ് ഇടാൻ പറ്റുള്ളൂ. കോട്ടൺ, നമ്മുടെ ജീൻസ് കോട്ടൺ അല്ല, അത് കാരണം നമ്മൾ ഇതിനകത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ ഡൈ. കഥം എന്നാണ് ഡൈയുടെ പേര്. ഇതിനകത്ത് കോട്ടണ്, നൈലോണ്, വൂള്, സിൽക്ക്, ജോർജറ്റ്, ഷിഫോൺ അങ്ങനെയുള്ള എല്ലാം മുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോട്ടൺ മുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പ് വെള്ളത്തിൽ ചേർത്തിട്ട് അങ്ങനെ വേണം പൊക്കാൻ. ഇതിപ്പോൾ നമ്മൾ ആമസോണിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. ഇതിപ്പോൾ ഒരു 10 പാക്കറ്റിൻ്റെ ബോക്സാണ്. ഓൾറെഡി നമ്മളൊരു 4 എണ്ണം ഉപയോഗിച്ച് കഴിഞ്ഞ്. അപ്പോൾ ഒരു ജീൻസിന് 2 പാക്കറ്റ് അങ്ങനെയാണ് എടുക്കാൻ പറഞ്ഞേക്കുന്നത്. ഇതിപ്പം ഇനി ബാക്കി ഒരു 6 എണ്ണം നമ്മുടെ കയ്യിലുണ്ട്. 400 രൂപയാണ് അതിൻ്റെ വില പറയുന്നത്. അങ്ങനെ ആമസോണിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ. ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടും, അല്ലെങ്കിൽ പുറത്ത് ഷോപ്പിലൊക്കെ പോയാൽ അങ്ങനെയും കിട്ടും. അപ്പം നമുക്കിനി ബാക്കി വെള്ളം തിളച്ചതിന് ശേഷം ഇത് പൊട്ടിച്ച് എങ്ങനെയാണ് ചെയ്യണമെന്ന് കാണിക്കാം. ഓക്കെ. അപ്പോൾ ഇത് നമ്മുടെ ഡൈയുടെ പാക്കറ്റിന്റെ പുറകിൽ തന്നെ പോയിസണസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇൻ കേസ് ഇത് കഴിക്കുകയോ കണ്ണി പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്നുള്ള ഫസ്റ്റ് എയ്ഡും അവർ തന്നെ തരുന്നുണ്ട്. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിള്ളേരുടെ അടുത്ത്, കുട്ടികളുടെ അടുത്തൊന്നും വെക്കാൻ പാടില്ല. അവർക്ക് അറിയില്ല, അവർക്ക് അറിയാത്ത കാരണം അതെടുത്ത് കണ്ണിലോ വായിലോ ഒക്കെ വെക്കും. അത് കാരണം പിള്ളേരുടെ അടുത്ത് വെക്കാനേ പാടില്ല. പിന്നെ ഫസ്റ്റ് എയ്ഡ് ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കണ്ണിൽ പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ നല്ലോണം തണുത്ത വെള്ളമായിട്ട് വാഷ് ചെയ്യണം. പിന്നെ വാക്കിനകത്ത് പോവോ ഇറക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പാലോ വെള്ളമൊക്കെ അപ്പം തന്നെ കുടിപ്പിച്ചിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നാണ് ഫസ്റ്റ് എയ്ഡ് തന്നേക്കണേ. അത് ഇവിടെ ബാക്കിൽ എഴുതിയും വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ജീൻസ് വെള്ളത്തിൽ മുക്കി വെച്ചേക്കുവാണ് കേട്ടോ. അവർ പറഞ്ഞേക്കുന്നത് ഡയറക്റ്റായിട്ട് ഡ്രൈ ആയിട്ട് ഇരിക്കുമ്പോൾ തുണി അതിനകത്ത് കളറി മുക്കരുത്. ആദ്യം ഒന്ന് വെള്ളത്തിൽ വെച്ചൊന്ന് നനച്ചിട്ട് വേണം, പച്ചവെള്ളത്തിൽ നനച്ചതിന് ശേഷം ചൂടുവെള്ളം ഡൈ കലക്കി ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുള്ളൂ എന്നാണ് പറഞ്ഞേക്കണം. അങ്ങനെ ഞങ്ങളിത് വെള്ളത്തിനകത്ത്, തണുത്ത വെള്ളത്തിനകത്ത് ജീൻസ് മുക്കി വെച്ചേക്കുവാണ്. മുക്കിതാ വെള്ളത്തിൽ നിന്ന് എടുത്ത് വെച്ചേക്കും കേട്ടോ. ഇനി വെള്ളം തിളച്ചിട്ട് നമുക്കിത് അങ്ങോട്ടേക്ക് ഇടാം. ഡയറക്റ്റ് ഡ്രൈ ആയിട്ട് ഉണങ്ങിയ തുണി ഇടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഗ്ലൗസും ഒക്കെ കിട്ടും കേട്ടോ. അപ്പം ഗ്ലൗസ് ഇട്ടിട്ട് ഇത് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യത്തെ വട്ടം ഉപയോഗിച്ചപ്പോഴത്തേക്ക് ഇച്ചിരി പാടായിട്ട് തോന്നി. അത് കാരണം നമ്മൾ ഗ്ലൗസ് എടുത്തില്ല. വെള്ളം തിളച്ചപ്പോഴത്തേക്ക് അതിലേക്ക് ഡൈ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു പാക്കറ്റ് പൊട്ടിച്ചിട്ടു. അടുത്ത പാക്കറ്റ് ഇപ്പം ഇടും.
ഓൾറെഡി ഇത് നമ്മൾ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ വട്ടം പിന്നെ ആദ്യം ഒരു ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഓൾറെഡി ഒരു ട്രിപ്പ് ചെയ്ത് നോക്കിയതാണ്. വെള്ളത്തിൽ കലക്കാനായിട്ടും കൂടെ ഒരു കമ്പോ കോലോ എന്തെങ്കിലും ഒക്കെ എടുത്ത് വെച്ചേക്കണം കേട്ടോ. നമ്മളിപ്പോൾ ഒരു കമ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു പൈപ്പ് സ്റ്റീൽ പൈപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ അതിനകത്തേക്ക് ഡൈ ഇട്ടിട്ട് ഇത് ഇളക്കിക്കൊണ്ടിരിക്കും കേട്ടോ. ഒരു പൈപ്പ് വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതേ കളറുണ്ട്, കലത്തിൻ്റെ സൈഡിലേക്കൊക്കെ വീണുകൊണ്ടിരിക്കുന്നത് ബ്ലാക്ക് കളർ. നല്ലോണം ഇളക്കിയിട്ട് വേണം കേട്ടോ ജീൻസ് ഇടാൻ. അപ്പം ഞാൻ ഒരു ജീൻസേ കാണിക്കുള്ളൂ, നമ്മുടെ ഒരു 3 ജീൻസ് ഉണ്ട് മുക്കാനായിട്ട്. അപ്പം ഒരു ജീൻസിൻ്റെ കണക്കാണ് കേട്ടോ ഞാൻ പറഞ്ഞത് 2 പാക്കറ്റ്. നിങ്ങളുടെ ജീൻസും ഒക്കെ കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് വെള്ളം അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക, കളർ ഡൈ അതുപോലെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. ജീൻസ് അതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇത് നമ്മുടെ ബ്ലൂ ജീൻസ്, ലൈറ്റ് ബ്ലൂ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ മുക്കി മുക്കി വെക്കുക. പിന്നെ ആദ്യമേ തന്നെ ഒന്ന് കുതിർത്തെടുക്കണം, അത് മറക്കരുത്. ഡയറക്റ്റായിട്ട് തുണി അതുപോലെ എടുത്ത് അപ്ലൈ ചെയ്യരുത്, വെള്ളത്തിൽ വെച്ചൊന്ന് നനച്ച് വേണം ഇടാനായിട്ട്. ഇത് നമ്മുടെ ഒരു ബ്ലാക്ക് ജീൻസാണ് കേട്ടോ. അത് ഇച്ചിരി ഒന്ന് കളറ് മങ്ങിയ ബ്ലാക്ക് ജീൻസ്. ഇതൊരു 20 മിനിറ്റോളം ഇങ്ങനെ മുക്കി വെക്കണം. മുക്കി വെച്ചിട്ടേ എടുക്കാൻ പാടുള്ളൂ, മുക്കി ഉടനെ തന്നെ എടുക്കാൻ പാടില്ല. 20 മിനിറ്റ് ഇതുപോലെ ഡൈ കലക്കി വെള്ളത്തിൽ മുക്കി വെച്ചതിന് ശേഷം വേണം നമ്മൾ എടുത്ത് വാഷ് ചെയ്യാനായിട്ടും ഫിക്സർ ഇടാനായിട്ടും. നേരത്തെ നമ്മൾ കാണിച്ച നരച്ച ജീൻസ് മുക്കി 3 ജീൻസ് ഇപ്പോൾ ഈ കലത്തിനകത്ത് മുങ്ങി കിടപ്പുണ്ട് കേട്ടോ. ഇതിനിപ്പോൾ 5 ലിറ്റർ വെള്ളം എടുത്തിട്ടുള്ളൂ അല്ലേ? 5 അതിൽ കൂടുതലുണ്ട്. 3 ജീൻസില്ലേ? പിന്നെ ഇതൊരു 20 മിനിറ്റ് ഇവിടെ മുങ്ങിയിരിക്കട്ടെ. ഇത് കണ്ടോ, നല്ലോണം മുക്കി വെച്ചിട്ടുണ്ട്. ജീൻസിൻ്റെ തുണിയൊന്നും പുറത്തില്ല, നല്ലോണം മുങ്ങിയിരിപ്പുണ്ട്. ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അതായത് നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് ഒരു 20 മിനിറ്റ് മുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മുടെ ഫിക്സർ. ഇത് എന്തായാലും ആഡ് ചെയ്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വാഷ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ തുണിയിൽ നിന്ന് ഇങ്ങനെ കളർ ഇളകി പോകും. അത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ തന്നേക്കുന്നതാണ് ഈ ഫിക്സർ. ഫിക്സറും ഇതുപോലെ കുറച്ച് പാക്കറ്റ് ഉണ്ട്. അപ്പോൾ ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പോയിസണസ് ആണ്. അപ്പോൾ കുട്ടികളുടെ അടുത്ത് ഇതും വെക്കാൻ പാടില്ല. ഇത് യൂറിയ ആണ് കണ്ടന്റ് എന്ന് എഴുതി വെച്ചേക്കണം. അപ്പം ഇതും ഇതുപോലെ കണ്ണിലോ ഒക്കെ പെട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ വാഷ് ചെയ്തിട്ട് മെഡിക്കൽ സപ്പോർട്ട് എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഇതൊന്ന് വെള്ളത്തിൽ ഇതുപോലെ നമ്മൾ നേരത്തെ പോലെ ഒരു 5 ലിറ്റർ വെള്ളത്തിൽ ഇത് എടുത്തിട്ട് ഒരു പാക്കറ്റ് എടുത്ത് കലക്കി ഒരു 5 മിനിറ്റ് മുക്കി വെച്ചിട്ട് നമ്മൾ തുണി വാഷ് ചെയ്തെടുത്ത് വിരിച്ചാൽ മതിയാവും. പിന്നെ ഈ ഡൈയുടെ തന്നെ ഡൈ തന്നെ ഒരു 27 വെറൈറ്റി കളർ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഏത് കളറാണ് നമുക്ക് ആവശ്യമെന്ന് വെച്ചാൽ അതനുസരിച്ച് മേടിക്കും. ഇതിപ്പോൾ നമ്മൾ ബ്ലാക്ക് മാത്രമേ മേടിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് ഒരു ബ്ലൂ ജീൻസൊക്കെ മുക്കാനായിട്ട് വേണമെങ്കിൽ ബ്ലൂ ഡൈ മേടിക്കാം. അപ്പോൾ അതാ നമ്മുടെ വെള്ളത്തിലേക്ക് ഫിക്സർ ഒഴിക്കുവാണേ. മിക്സർ ഒഴിച്ചിട്ട് നല്ലോണം വെള്ളമായിട്ട് മിക്സ് ചെയ്യണം. ആ കമ്പ് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ഈ വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുന്ന പാൻ്റൊക്കെ അതിലേക്ക് ഇടാം. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പാൻ്റ് ഓരോന്നായിട്ട് വെള്ളത്തിലേക്ക് ഇറക്കി വെക്കുവാണ്. വെള്ളം മീൻസ് ഫിക്സർ ഒഴിച്ച വെള്ളമാണ്. എല്ലാം കളറായിട്ടുണ്ട്, കാണുന്നുണ്ടോ? ബ്ലാക്ക് കളറായില്ലേ? ഫിക്സറിൽ ഒരു 5 മിനിറ്റോളം മുക്കി വെച്ചാൽ മതി കേട്ടോ.
നമ്മുടെ കയ്യിൽ ഇപ്പോൾ 3 ജീൻസ് ഉണ്ട്. ഓരോന്നോരോന്നായിട്ട് വെള്ളത്തിന് ചൂടുണ്ടായിരുന്നു, തിളച്ച വെള്ളമല്ലായിരുന്നു. അതാണ് ഓരോന്നോരോന്നായിട്ട് പതുക്കെ എടുത്ത് ഇതിനകത്തോട്ട് ഇടുവാണ്. ഇപ്പോൾ എടുത്തപ്പോൾ തന്നെ നിങ്ങൾക്ക് കളർ വ്യത്യാസം മനസ്സിലായില്ലേ? നല്ല ഡാർക്ക് കളറായിട്ടുണ്ട്, ബ്ലാക്ക് കളറായിട്ടുണ്ട്. നമ്മൾ ഫിക്സറിൽ ഇടാതെ എടുക്കുവാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആ ജീൻസ് വാഷ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ കളർ ഇളകി പോകാൻ ചാൻസ് ഉണ്ട്. അതാണ് ഒരു ഫിക്സറും കൂടെ തന്നേക്കണം. ഇപ്പോഴേ നമ്മുടെ 3 ജീൻസ് മുക്കിയിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് അല്ലേ, 5 മിനിറ്റ് ഈ ബക്കറ്റിലിരുന്ന് ഇതൊക്കെ ഫിക്സറായിട്ടൊന്ന് ഇതായിട്ട് നമ്മളിത് വെയിലത്തിടരുത്, ഒരു തണലത്തിട്ട് ഒന്ന് ഉണക്കിയെടുക്കണം. ഉണക്കിയെടുത്തിട്ട് നമ്മൾ നല്ല വെള്ളത്തിൽ വാഷ് ചെയ്യണം. അങ്ങനെയാണ് പറഞ്ഞേക്കണം കേട്ടോ. ഇനി 5 മിനിറ്റ് കഴിഞ്ഞ് ഇതിൽ നിന്ന് നമ്മളെടുത്ത് തണലത്തോട്ടിട്ട് ഉണക്കും. ഉണങ്ങിയതിന് ശേഷം നമ്മുടെ നോർമൽ വാട്ടറിൽ നല്ലോണം വാഷ് ചെയ്ത് ഉണക്കിയെടുത്ത് കഴിഞ്ഞാൽ പരിപാടി കഴിയും. ഇപ്പം മനസ്സിലാകുന്നില്ല വെള്ള ജീൻസും നീല ജീൻസും ഏതായിരുന്നു. ഒരു കറുത്ത ജീൻസും കൂടെ ഉണ്ടായിരുന്നില്ലേ, ഒരു നരച്ചൊരു കറുത്ത ജീൻസ് ഉണ്ടായിരുന്നു. ഇപ്പം ഏതൊക്കെയാ ജീൻസ് എന്ന് കണ്ടിട്ട് മനസ്സിലാകുന്നില്ല. ഇനി ഇതൊരു 5 മിനിറ്റ് കൂടി ഇരിക്കട്ടെ കേട്ടോ, എന്നിട്ട് കാണിച്ചു തരാം ബാക്കി. ഇത് നമ്മുടെ 3 ജീൻസും ഫിക്സറിനകത്തിട്ട് ഇത് വിരിച്ചിട്ടുണ്ട്. പിഴിയരുത് കേട്ടോ, പിഴിയാതെ ഡയറക്റ്റ് ഫിക്സറെ മുക്കി ഒരു 5 മിനിറ്റ് വെച്ചിട്ട് അതുപോലെ എടുത്ത് വിരിക്കുക. അതാ ഈ വെള്ളം ഇങ്ങനെ ഇട്ടിട്ട് വീഴണം. പിഴിയാൻ പാടില്ല, പിഴിയാതെ തന്നെ ഇടണം. ഈ നടുക്ക് കാണുന്നതാണ് കേട്ടോ നമ്മൾ ആദ്യം ഇട്ട ജീൻസ്. ആദ്യം ഞാനൊരു ജീൻസ് കാണിച്ചില്ലേ, ഒരു നല്ലോണം പഴയ നരച്ചൊരു ജീൻസ്, അതിൻ്റെ അതാണ് കേട്ടോ ഇത്. കണ്ടോ എൻ്റെ കളറൊക്കെ മാറി, കണ്ടോ നല്ല ബ്ലാക്ക് കളറിലേക്ക് വന്നിട്ട്. ഇതെല്ലാം അങ്ങനെ തന്നെ. അതിൽ ഒരെണ്ണം മാത്രമേ ബ്ലാക്ക് ജീൻസ് ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയെല്ലാം ലൈറ്റ് ബ്ലൂ കളർ ജീൻസ് ആയിരുന്നു. കണ്ടോ എല്ലാത്തിനും കളർ മാറി, എല്ലാം ബ്ലാക്ക് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉണങ്ങിയിട്ട് വാഷിംഗ് മെഷീനിലിട്ടോ സാധാരണ വെള്ളത്തിലിട്ടോ ഒന്ന് കഴുകി വിരിച്ചുണക്കി എടുത്തു കഴിഞ്ഞാൽ ഫൈനൽ കഴിഞ്ഞു നമ്മുടെ പരിപാടി. നമ്മുടെ ജീൻസൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. ഇതാണ് ഉണങ്ങിയതിന് ശേഷമുള്ള ഫൈനൽ ലുക്ക്. ഇത് കണ്ടോ, ഇതിനൊരു ചെറിയൊരു ബ്ലൂ ഷെയ്ഡ് വന്നിട്ടുണ്ട് ഇപ്പോഴും. എന്ന് വെച്ചാൽ ബ്ലാക്ക് ആയി, പക്ഷേ ചെറിയൊരു ബ്ലൂ ഷെയ്ഡ് കൂടെ ഉണ്ട്. ഇത് ഒരു വട്ടം കൂടെ ഡൈ മുക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. ഇത് കണ്ടോ, ഇത് ഒരു ബ്ലാക്ക് ഇച്ചിരി ലൈറ്റ് ഷെയ്ഡായിരുന്നു, ഇപ്പോൾ അത് ഡാർക്ക് ബ്ലാക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ് പിന്നെ ഡൈ മുക്കി ഫിക്സറും മുക്കിയിട്ട് പിന്നെയും വാഷ് ചെയ്ത് കേട്ടോ, ഉണക്കി വാഷ് ചെയ്തെടുത്തതിന് ശേഷമാണ്, നോർമൽ വാട്ടറിൽ വാഷ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ടാണിത് കേട്ടോ. ഇതപ്പോൾ ഒരു വട്ടം കൂടെ മുക്കി കഴിയുമ്പോഴത്തേക്കും റെഡിയാവും. ഇപ്പോൾ ഇത്രയും ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വട്ടം കൂടെ ഡൈ മുക്കി കഴിയുമ്പോഴത്തേക്കും ഡാർക്ക് കളറായിട്ട് മാറും. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.